ആയി വലിയ പ്രോസസ്സ് അർബൻ കമ്മീഷന്റെ പഠനം മുതൽ അർബൻ കോൺക്ലേവ് വരെ നീണ്ട ഒരു വലിയ പ്രക്രിയ രാജ്യത്ത് ആദ്യമായിട്ട് നടത്തിയതും കേരളമാണ്. 2 ദിവസം ആയിട്ട് നടന്ന അർബൻ കോൺക്ലേവിൽ 3115 പ്രതിനിധികളാണ് ആകെ പങ്കെടുത്തത്. 234 സെഷനുകൾ ഈ കോൺക്ലേവിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി നടന്നു. 34 സെഷനുകളിലായി 275 അക്കാദമിക് വിദഗ്ധരും മന്ത്രിമാരും മേയർമാരും സാങ്കേതിക വിദഗ്ധരും നയരൂപീകർത്താക്കളുമെല്ലാം പ്രസംഗിക്കുകയുണ്ടായി. 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ കോൺക്ലേവിൽ പങ്കെടുത്തു. ആകെ 8 മന്ത്രിമാരും 17 മേയർമാരും ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. 16 മേയർമാരും ബ്രസീലിയൻ അസോസിയേഷൻ ഓഫ് മുനിസിപ്പാലിറ്റീസിന്റെ പ്രസിഡന്റും അടക്കം 17 മേയർമാർ എന്ന് കണക്കാക്കാം. നല്ല പങ്കാളിത്തമാണ് കോൺക്ലേവിൽ ഉണ്ടായത്. വിദഗ്ധരുടെ പങ്കാളിത്തമാണെങ്കിലും ജനപ്രതിനിധികളുടെയും വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തമാണെങ്കിലും വളരെ മികച്ചതായിരുന്നു. വിദ്യാർത്ഥികളും പ്രൊഫഷണലുകളും ഉൾപ്പെടെ 200 പേർ മുൻകൂട്ടി ഈ കോൺക്ലേവിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, ജനപ്രതിനിധികൾക്ക് പുറമെ. കോൺക്ലേവിൽ വെച്ച് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനും ബ്രസൽസ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റിയുടെ ഗവേഷണ സ്ഥാപനമായ ക്രിസും തമ്മിൽ സഹകരണത്തിനുള്ള താൽപര്യപത്രം ഒപ്പുവെച്ചു. കേന്ദ്ര സർക്കാരിന്റെ അനുമതി കിട്ടിയാലുടൻ ധാരണാപത്രം ഒപ്പുവെച്ച് തുടർ നടപടികളിലേക്ക് കടക്കും. അതിനുവേണ്ടിയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ കേന്ദ്രത്തിന്റെ ക്ലിയറൻസ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അതോടുകൂടി യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റി ആദ്യമായിട്ട് അതിന്റെ സാന്നിധ്യം കേരളത്തിലുണ്ടാവാൻ പോവുകയാണ്. കിലയുമായി സഹകരിച്ചാണ് UNUവിന്റെ കോഴ്സുകൾ ഇവിടെ കേരളത്തിൽ ലഭ്യമാക്കുക. പ്രധാനമായും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ പ്രാദേശികവൽക്കരണം, ലോക്കലൈസേഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, കാലാവസ്ഥ വ്യതിയാനം എന്നീ മേഖലകളിലാണ് അക്കാദമിക സഹകരണം യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ഉണ്ടാവുക. പിന്നെ കപ്പാസിറ്റി ബിൽഡിംഗ്, പരിശീലനം തുടങ്ങിയ കാര്യങ്ങൾ, അധികാര വികേന്ദ്രീകരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരിശീലനം തുടങ്ങിയവയിലുണ്ടാവും. രണ്ടാമത്തെ കാര്യം, അർബൻ നയത്തിന്റെ പോളിസി പാർട്ണറാവാനും അർബൻ പോളിസിയുടെ ഗ്ലോബൽ ഔട്ട്റീച്ചിനും വേണ്ടി UN ഹാബിറ്റാറ്റുമായിട്ട് താൽപര്യപത്രം ഒപ്പിട്ടു. യുണൈറ്റഡ് നേഷൻസ് ഹാബിറ്റാറ്റ്, UN ഹാബിറ്റാറ്റ്. UN ഹാബിറ്റാറ്റിന്റെ പ്രതിനിധികളുമായിട്ടുള്ള ചർച്ചയും ഇവിടെ നടക്കുകയുണ്ടായി. മറ്റൊന്ന്, കുട്ടികൾക്കും കൗമാരക്കാർക്കും അനുകൂലമായ സൗഹാർദ്ദപരമായ നഗരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി യുനിസെഫും കിലയും സഹകരിച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ചാർട്ടർ കോൺക്ലേവിൽ വെച്ച് പ്രസിദ്ധീകരിച്ചു, പുറത്തിറക്കി. അപ്പോൾ കില 2 പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ഏജൻസീസുമായിട്ടുള്ള സഹകരണം ഈ കോൺക്ലേവിൽ വെച്ച് സാധ്യമായി. അതിലൊന്ന് യുനിസെഫാണ്, മറ്റൊന്ന് യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റിയുടെ ക്രിസാണ്. അതുപോലെ UN ഹാബിറ്റാറ്റുമായിട്ട് ഈ 34 സെഷനുകളിലായി ഏതാണ്ട് 300ഓളം പുതിയ നിർദ്ദേശങ്ങളും ആശയങ്ങളും
നഗര നയം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അത് മുഴുവൻ ഇപ്പോൾ വിശദീകരിക്കുക പ്രയാസമായിരിക്കും. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇവിടെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. പ്രധാനമായും സുസ്ഥിരത, ഉൾച്ചേർക്കൽ, സാമ്പത്തിക വളർച്ച ഹബ്ബുകളാക്കി നമ്മുടെ നഗരങ്ങളെ മാറ്റൽ, പ്രാദേശിക സാമ്പത്തിക വികസനം, നൈപുണ്യം, തൊഴിൽ, വരുമാനം എന്നിവ വർദ്ധിപ്പിക്കുക, നഗരഭരണത്തിൻ്റെ ആധുനികവൽക്കരണം, നഗര തദ്ദേശ സ്ഥാപനങ്ങളെ സാമ്പത്തികമായി ശാക്തീകരിക്കുക. ഈ മേഖലകളിൽ വന്ന ചില നിർദ്ദേശങ്ങൾ, പുതിയ ആശയങ്ങൾ ഇവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഉൾച്ചേർക്കുന്ന ഒരു വികസന മാതൃക കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. കേരള വികസന മാതൃകയുടെ തന്നെ പ്രത്യേകതയാണ് എല്ലാവരെയും ഉൾച്ചേർക്കുന്ന ഒരു രീതി, ഇൻക്ലൂസിവിറ്റി. ഇപ്പം നഗര വികസനം സംഭവിക്കുമ്പോൾ, നഗരവൽക്കരണം സംഭവിക്കുമ്പോൾ അതിന് ശോഷണം സംഭവിക്കാതിരിക്കാനുള്ള നടപടികൾ, ധാരാളം പുതിയ നിർദ്ദേശങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ ഉൾച്ചേർക്കലിനെ അടിസ്ഥാനമാക്കിയ വികസന മാതൃകയെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു നഗരവികസന മാതൃക മുന്നോട്ട് വയ്ക്കാൻ, അതിൽ കുട്ടികൾ, ഭിന്നശേഷിക്കാർ, ദരിദ്രർ, വയോജനങ്ങൾ, മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ എന്നിവരെയെല്ലാം ഉൾച്ചേർക്കാൻ ഉതകുന്ന തരത്തിൽ പദ്ധതി മാർഗനിർദ്ദേശങ്ങളിൽ, പ്ലാൻ ഗൈഡ് ലൈൻസിൽ, അതുപോലെ തന്നെ ചട്ടങ്ങളിലും ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും. അത് വിശദമായിട്ട് അതിൻ്റെ വിശദാംശങ്ങളെല്ലാം പിന്നീട് തയ്യാറാക്കും. രണ്ടാമത്തേത്, സുസ്ഥിര, പരിസ്ഥിതി സൗഹൃദ, കാർബൺ ന്യൂട്രൽ നഗര ലക്ഷ്യത്തെ മുൻനിർത്തിയിട്ടുള്ള ആസൂത്രണവും പ്രവർത്തനവും ആവിഷ്കരിക്കും. അതിൻ്റെ ഭാഗമായി റിസ്ക് ഇൻഫോം മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ തന്നെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനെ വാർഷിക പദ്ധതിയുമായിട്ട് ബന്ധപ്പെടുത്തും. ദീർഘകാല ദുരന്ത ലഘൂകരണ സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ ആസൂത്രണം നടത്താൻ അത് സഹായിക്കും, വാർഷിക പദ്ധതിയുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ. ഇപ്പോൾ ലോക്കൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനത്തെ നേരിടാനുള്ള പ്രാദേശിക കർമ്മ പദ്ധതി നടപ്പാക്കാൻ നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇപ്പോൾ പഞ്ചായത്തുകളിലാണ് നടപ്പായിട്ടുള്ളത്. 268 പഞ്ചായത്തുകളിലായി. അടുത്തൊരു വർഷം കൊണ്ട് കേരളത്തിലെ മുഴുവൻ നഗരങ്ങളിലും കാലാവസ്ഥ വ്യതിയാനത്തെ നേരിടാനുള്ള ലോക്കൽ ആക്ഷൻ പ്ലാനുകൾ, പ്രാദേശിക കർമ്മ പദ്ധതി നടപ്പാക്കും. 93 നഗരസഭകളിലും. 3, സാമ്പത്തിക വളർച്ച ഹബ്ബുകൾ. 5 എക്കണോമിക് ഹബ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ നഗരനയ കമ്മീഷൻ. ഒന്ന് തിരുവനന്തപുരം കൊല്ലം നോളജ് കോറിഡോറാണ്. അതുപോലെ എറണാകുളം തൃശ്ശൂർ ഫിൻടെക് എഡ്യൂക്കേഷൻ ഹബ്ബ്, ധനകാര്യ വിദ്യാഭ്യാസ ഹബ്ബായിട്ടാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് മലപ്പുറം ലിറ്ററേച്ചർ ഹബ്ബായിട്ടാണ് കോഴിക്കോട് മലപ്പുറം വിഭാവനം ചെയ്യുന്നത്. കണ്ണൂർ കാസർഗോഡ് എഡ്യൂക്കേഷൻ ഹെൽത്ത് ഫാഷൻ സിറ്റി. ഇതിനെ ആസ്പദമാക്കിയിട്ടുള്ള ഈ സാമ്പത്തിക വളർച്ചാ ഹബ്ബുകളാക്കിയിട്ട് ഈ മേഖലകളെ വികസിപ്പിക്കാൻ ആവശ്യമായ ആസൂത്രണം നടപ്പാക്കും. ബിസിനസ് ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന ഒരു നിർദ്ദേശം, ഓരോ നഗരത്തിനും ഒരു ബിസിനസ് ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന നിർദ്ദേശം കമ്മീഷന്റെ ശുപാർശയിലുണ്ട്. അത് സാമ്പത്തിക വളർച്ച, പ്രാദേശിക സാമ്പത്തിക വികസനം എന്നിവയെ സഹായിക്കുന്നതാണ്. പ്രാദേശിക സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താൻ അതിനുവേണ്ടി ഓരോ നഗരത്തിനും ഒരു സബ് പ്ലാൻ, ഉപപദ്ധതി എന്ന നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ ഈ സാമ്പത്തിക വളർച്ചാ ചാലകശക്തികളെ ആസ്പദമാക്കിയിട്ടുള്ള പ്ലാനിംഗ്, ഗ്രോത്ത് ഡ്രൈവേഴ്സിനെ ആസ്പദമാക്കിയിട്ടുള്ള പ്ലാനിംഗ്, അതായത് ഓരോ സ്ഥലത്തിനും ഈ പറഞ്ഞ പോലെ ഓരോ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകരമായിട്ടുള്ള
സാഹചര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പ്ലാനിങ്. നാലാമത്തേത്, നഗരഭരണത്തെ ആധുനികവൽക്കരിക്കാനുള്ള നിർദ്ദേശങ്ങളാണ്. നഗരഭരണത്തിൽ ഡേറ്റയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നഗരഭരണത്തെ പരിഷ്കരിക്കും. ഡേറ്റ ഡ്രിവൻ അർബൻ ഗവേണൻസ് എന്ന ആശയം. അതിന് നമ്മുടെ നഗര തദ്ദേശ സ്ഥാപനങ്ങളെ പ്രാപ്തരാക്കും. ഇപ്പോൾ പ്രാദേശികമായിട്ടുള്ള ആവശ്യങ്ങൾ നിർണ്ണയിക്കാനും വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനും സേവനങ്ങൾ നൽകുന്നതിനും ഡേറ്റയെ ആസ്പദമാക്കിയിട്ടായിരിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റ അനലിറ്റിക്സ് എന്നീ ടൂളുകൾ ഇപ്പോഴുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ ആപ്ലിക്കേഷനുകളിൽ തന്നെ, ഇപ്പോൾ കെ സ്മാർട്ട്, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് സുലേഖ എന്നിവയിൽ ഉൾച്ചേർത്തുകൊണ്ട് അധിക ബാധ്യതകളോ നടപടിക്രമങ്ങളോ വരാത്ത തരത്തിലായിരിക്കും ഇത് നടപ്പാക്കുക. പിന്നെ ഒരു സ്റ്റേറ്റ് ലെവൽ അർബൻ ഒബ്സർവേറ്ററി വിത്ത് സിറ്റി ലെവൽ ഡേറ്റ, അതായത് നഗരാടിസ്ഥാനത്തിലുള്ള വിവരസഞ്ചയം ഉള്ള ഒരു സംസ്ഥാനതല അർബൻ ഒബ്സർവേറ്ററി സ്ഥാപിക്കും. ഒപ്പം എല്ലാ നഗരങ്ങളിലും അർബൻ ഒബ്സർവേറ്ററികൾ അടുത്ത 2 വർഷത്തിനുള്ളിൽ സ്ഥാപിക്കുക എന്ന നിർദ്ദേശം വന്നിട്ടുണ്ട്. നഗരഭരണത്തെ പിന്നെ മറ്റൊന്ന്, ഗുണഭോക്താക്കളെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മുതൽ ഇതിൻ്റെ ഒരു ഔട്ട്കം അനാലിസിസ് വരെ ഡേറ്റയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നടത്തുക. അങ്ങനെ നടത്തണമെന്നൊരാവശ്യം. നഗരഭരണത്തെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ നഗരഭരണത്തിന് കൂടുതൽ പ്രൊഫഷണലിസം ഉറപ്പുവരുത്താനുള്ള നടപടികൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ അർബൻ പ്ലാനിംഗ് തുടങ്ങിയിട്ടുള്ള മേഖലകളിലെല്ലാം പ്രൊഫഷണലിസം, ഫൈനാൻസ്, അർബൻ ഫൈനാൻസ്, ഇതൊക്കെ പ്രൊഫഷണലിസം ആവശ്യമുള്ളതാണ്. നിലവിലുള്ള സംവിധാനം മാത്രം മതിയാവില്ല നമുക്ക്. അവർ പ്രൊഫഷണൽ കാഡർ ആവിഷ്കരിക്കും. അത് നിലവിൽ സർവീസിലുള്ളവരെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും വളരെ പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ചില തസ്തികകൾ ആവശ്യമാണെങ്കിൽ സൃഷ്ടിച്ചുകൊണ്ടും ഒരു പ്രൊഫഷണൽ കാഡർ. അതുപോലെ പാർട്ടിസിപ്പേറ്ററി പ്രൊഫഷണലിസത്തിൻ്റെ മാതൃക, അതായത് ഗവേഷണ സ്ഥാപനങ്ങൾ, അക്കാദമിക് സ്ഥാപനങ്ങൾ, സർവകലാശാലകളൊക്കെ പോലുള്ള അക്കാദമിക് സ്ഥാപനങ്ങൾ, മറ്റ് ഗവേഷണ സ്ഥാപനങ്ങൾ, ഇവരുമൊക്കെയായിട്ട് സഹകരിച്ചുകൊണ്ട് വിരമിച്ച പ്രൊഫഷണലുകൾ ഉണ്ടാവും. സർക്കാർ മേഖലയിൽ നിന്നൊക്കെ വിരമിച്ചിട്ടുള്ള ആൾക്കാർ കാണും. അവരുടെ സേവനം ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ ഒരു പാർട്ടിസിപ്പേറ്ററി പ്രൊഫഷണലിസം എന്നൊരാശയം നടപ്പാക്കണം എന്നൊരു നിർദ്ദേശവും വന്നിട്ടുണ്ട്. പിന്നെ ഗ്രേഡിംഗ്, നേരത്തെ തന്നെ ഗവൺമെൻറ് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും എന്ന് പറഞ്ഞാൽ നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കും പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രകടനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഗ്രേഡിംഗ് നടത്തുക എന്ന. അപ്പോൾ ഇത് കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ, നഗരഭരണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ സുതാര്യതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാൻ മറ്റൊരു പുതിയ നിർദ്ദേശം കൂടി മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അത് ഒരുപക്ഷെ രാജ്യത്ത് ആദ്യമായിട്ടായിരിക്കും. നഗര തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാ വികസനക്ഷേമ പ്രവർത്തനങ്ങളും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുക. ഇന്ത്യയിൽ മറ്റൊരിടത്തും അത്തരമൊരു കാര്യം നടപ്പാവുന്നില്ല. അപ്പം അതൊരു വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരാശയമാണ്. വളരെ ഗൗരവമായി ഗവൺമെൻറ് അത് പരിഗണിക്കുന്നു. പിന്നെ വന്ന ഒരു പ്രശ്നം, ഇപ്പോൾ ഗ്രാമസഭകളിലൊക്കെ ഉള്ളത് പോലുള്ള പങ്കാളിത്തം ഈ നഗരങ്ങളിലെ വാർഡ് സഭകളിലില്ല. ഈ സിറ്റിസൺസ് പാർട്ടിസിപ്പേഷൻ വളരെ നാമമാത്രമാണ് പലപ്പോഴും. അപ്പം നഗര ഭരണത്തിൽ, നഗരത്തിൻ്റെ ആസൂത്രണ പ്രക്രിയയിലൊക്കെ സിറ്റിസൺ പൗര പങ്കാളിത്തം ഉറപ്പുവരുത്താൻ, ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ, അത് വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശം വന്നു. അതിന് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്താൻ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ സാക്ഷരതയൊക്കെ കൈവരിച്ചതാണ്, സേവനങ്ങൾ ഓൺലൈനായി. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലും അത്തരം സാധ്യതകൾ, ഹൈബ്രിഡ് മോഡലൊക്കെ ആലോചിക്കണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്.
ഇപ്പോൾ വാർഡ് സഭ ഓഫ്ലൈനും ഓൺലൈൻ ഓപ്ഷൻ കൂടി കൊടുത്താൽ ചിലപ്പോൾ കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം ഉണ്ടാവാൻ പറ്റും, കൂടുതൽ ആളുകളെ ഇതിൻ്റെ ഭാഗമാക്കിയിട്ട് മാറ്റാനാവും. വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു അതോറിറ്റി രൂപീകരിക്കുക. ഇപ്പോൾ ധാരാളം മൾട്ടിപ്പിൾ ഏജൻസീസാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു പകരം നഗര തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരവും ചുമതലകളും ഉത്തരവാദിത്വങ്ങളും നിലനിർത്തിക്കൊണ്ട് അതിലൊന്നും മാറ്റം വരുത്താതെ പൊതുവായ ഏകോപനം നിർവഹിക്കുന്നതിന് ഇപ്പോൾ ഒന്നിലധികം ഏജൻസികൾ ഉള്ളതിന് പകരം ഒറ്റ അതോറിറ്റിക്ക് കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ആശയം വന്നിട്ടുണ്ട്. പിന്നെ അഞ്ചാമത്തേത് വിഭവ സമാഹരണമാണ്. വിഭവ സമാഹരണത്തിൽ തനത് നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ ഡിജിറ്റൈസേഷൻ കൂടുതൽ ശക്തിപ്പെടുത്തണം. നമ്മുടെ മാതൃക അനുഭവം കേസ്മാർട്ട് നടപ്പായപ്പോൾ വലിയ കുതിപ്പാണ് നഗര തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രത്യേകിച്ച് കോർപ്പറേഷനുകളുടെ വരുമാനത്തിലുണ്ടായത്. ഡിമാൻഡിൻ്റെ വളരെ 4/1 മാത്രമേ നേരത്തെ കളക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റയടിക്ക് ഇരട്ടിയിലധികമായിട്ട് അത് വർദ്ധിച്ചു. അപ്പോൾ ഡിജിറ്റൈസേഷൻ കൂടുതൽ ശക്തിപ്പെടുത്തണം. GIS മാപ്പിംഗ് വഴി എല്ലാ പ്രോപ്പർട്ടീസിൻ്റെയും GIS മാപ്പിംഗ് സമയബന്ധിതമായി പൂർത്തിയാക്കി ഡേറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യുക. അതിനുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കണം. അക്കൗണ്ടും ഓഡിറ്റും അതുപോലെ തന്നെ ഓൺ സോഴ്സ് റവന്യൂവും തനത് നികുതി വരുമാനവും ഒക്കെ കൂടുതൽ കാര്യക്ഷമമാക്കിക്കൊണ്ട് നഗര തദ്ദേശ സ്ഥാപനങ്ങളുടെ ക്രെഡിറ്റ് വർത്തിനെസ് അത് മെച്ചപ്പെടുത്തി കൂടുതൽ നവീനമായ വിഭവസമാഹരണ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണം. ഇപ്പം നവീനമായ വിഭവസമാഹരണ സാധ്യതകളെയും ഉപാധികളെയും ഉപയോഗിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനം ക്രെഡിറ്റ് വർത്തിനെസ് മെച്ചപ്പെടുത്തലാണ്. മുനിസിപ്പൽ ബോണ്ടിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴുള്ള പ്രശ്നം ക്രെഡിറ്റ് വർത്തിനെസ് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പം അത് മെച്ചപ്പെടുത്താനുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കുക. പിന്നെ കേരളത്തിൻ്റെ വളരെ സവിശേഷമായ ഒരു സാധ്യതയാണ് സഹകരണ മേഖലയുടെ ഒരു വലിയ വിഭവ സാധ്യതയുണ്ട്. അത് നഗര തദ്ദേശ സ്ഥാപനങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നു എന്ന് ഉറപ്പുവരുത്തും. പിന്നെ മറ്റൊരു സാധ്യത ക്ലൈമറ്റ് ഫണ്ട്, ഗ്രീൻ ബോണ്ടുകൾ എന്നിവ ഇന്ന് അർബൻ ഫൈനാൻസിങ്ങിന് പുതിയൊരു സാധ്യതയാണ്. ഇത്തരത്തിലുള്ള പുതിയ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ നഗര തദ്ദേശ സ്ഥാപനങ്ങളെ പ്രാപ്തമാക്കും. അതിന് സമയബന്ധിതമായ നടപടികൾ സ്വീകരിക്കും. വേറൊന്ന് പൊതു സ്വകാര്യ പങ്കാളിത്തമാണ്. PPP നടപ്പാക്കുന്നത് പക്ഷേ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടായിരിക്കും. അതായത് സ്വകാര്യ മേഖലയ്ക്ക് മത്സരക്ഷമതയോടെ സേവനം ലഭ്യമാക്കാൻ കഴിയുന്ന മേഖലകൾ, തദ്ദേശ സ്ഥാപനങ്ങളുടെ അർബൻ ലോക്കൽ ബോഡീസിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന പദ്ധതികൾ, ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാൻ കഴിയുന്ന മേഖലകൾ എന്നീ മേഖലകളിൽ സർക്കാരിൻ്റെ പ്രാതിനിധ്യവും പൊതുവായ സാമൂഹിക നിയന്ത്രണവും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള PPP പദ്ധതികൾ നടപ്പാക്കും. മറ്റൊന്ന് പ്രവാസി മലയാളികളുടെ ഇതിൻ്റെ ഈ നഗര പശ്ചാത്തല സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നഗരഭരണ സ്ഥാപനങ്ങളുടെ വിഭവ സമാഹരണത്തിന് ഉപയോഗപ്പെടുത്തും. നഗര സൗന്ദര്യവൽക്കരണം ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് ഏറ്റെടുക്കണം. അതൊരു ക്യാമ്പയിൻ മോഡിൽ തന്നെ നഗര സൗന്ദര്യവൽക്കരണം ഏറ്റെടുത്ത് നടപ്പാക്കുക എന്ന നിർദ്ദേശം. അതോടൊപ്പം നേരത്തെ പറഞ്ഞ ഈ കാർബൺ ന്യൂട്രൽ എന്ന് പറയുമ്പോൾ തന്നെ ശുദ്ധവായുവും ശുദ്ധജലവും ഉള്ള നഗരങ്ങൾ, പൊതുവിടങ്ങളുമുള്ള നഗരങ്ങൾ, നഗര സൗന്ദര്യവൽക്കരണവും പൊതുവിടങ്ങളുടെ വികസിപ്പിക്കൽ. ഇപ്പോൾ ഹാപ്പിനെസ് പാർക്കുകൾ എന്നൊരാശയം നേരത്തെ മുന്നോട്ട് വച്ചിരുന്നു. പക്ഷെ അത് വേണ്ടത്ര നടപ്പായിട്ടില്ല. അപ്പം അത് കുറച്ചുകൂടി വ്യാപകമായി, കുറച്ചുകൂടിയല്ല എല്ലായിടത്തും അത് നടപ്പാക്കുക എന്നാണ്. സൗന്ദര്യവൽക്കരണവും പൊതുവിടങ്ങൾ, ഹാപ്പിനെസ് പാർക്കുകൾ എന്ന നിലയിൽ പൊതുവിടങ്ങൾ. പിന്നെ ഇപ്പോൾ കേരളത്തിലെ 2 സിറ്റികൾക്ക് യുനെസ്കോ അംഗീകാരം കിട്ടി. കോഴിക്കോടിന് സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്ന യുനെസ്കോയുടെ അംഗീകാരവും തൃശ്ശൂരിന് സിറ്റി ഓഫ് ലേണിംഗ് എന്ന യുനെസ്കോ അംഗീകാരവും കിട്ടിയിട്ടുണ്ട്. ആ മാതൃകയിൽ
ഈ യുനെസ്കോ മാതൃക, ക്രിയേറ്റീവ് സിറ്റീസ് മാതൃകയാണത്. അതിനെ പ്രാദേശികവൽക്കരിക്കും. യുനെസ്കോ മാതൃകയിൽ നമ്മൾ പ്രാദേശികമായിട്ടത് നടപ്പാക്കും. അതായത് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഇതുപോലെ ഈ സിറ്റി ഓഫ് ക്രിയേറ്റീവ്സ് പ്രാദേശികമായിട്ട് നമ്മൾ ആ പദവി നൽകുന്ന തരത്തിൽ, മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ, പരിശോധനകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും വന്നതാണ്. ഏതാണ്ട് 300ഓളം നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അത് മുഴുവനൊരു പത്രസമ്മേളനത്തിൽ വിശദീകരിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇത്രയും പ്രധാന മേഖലകളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. ഇതെല്ലാം സർക്കാർ വളരെ ഗൗരവത്തോടെ, തുറന്ന സമീപനത്തോടെയാണ് കാണുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കരട് നഗരനയം വൈകാതെ തന്നെ ആവിഷ്കരിക്കും, തയ്യാറാക്കും. അത് ക്യാബിനറ്റിൽ മന്ത്രിസഭയുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ അത് നമുക്കൊരു നയമായിട്ട് പുറത്തിറക്കാനാവൂ. അപ്പോൾ കരട് നയം, ഇതിനെല്ലാം ആസ്പദമാക്കിയിട്ടുള്ള ഒരു കരട് നയം വൈകാതെ ആവിഷ്കരിക്കും. കഴിയുന്നത്ര വേഗത്തിൽ കൊണ്ടുവരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കേട്ടില്ല. PPPയോ? PPP ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ 2-3 കാര്യങ്ങൾ. ഒന്ന്, കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള മത്സരക്ഷമതയോടെ സേവനം നൽകാൻ കഴിയുന്ന മേഖല, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന മേഖല, ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം കൊടുക്കാൻ പറ്റുന്നത്, ഇത്തരം മേഖലകളാണ് PPPക്കായിട്ട് തിരഞ്ഞെടുക്കുക. ഇപ്പം നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ആണ് PPP ഒരു എന്താ പറയുക ഗൈഡ് ലൈൻ നമ്മൾ ഇറക്കിയിട്ടുള്ളത്. അത് മറ്റ് മേഖലകളിലേക്കും വ്യാപിപ്പിക്കാം. ഞാനിവിടെ പറഞ്ഞപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു, സാമൂഹിക നിയന്ത്രണത്തോടെ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അമിതമായിട്ടുള്ള യൂസർ ഫീ ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. PPPയെ പൂർണ്ണമായിട്ട് ആശ്ലേഷിക്കുകയല്ല, ഉപാധികളോടെ സെലക്റ്റീവായി. അതിൻ്റെ വിശദാംശങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത്, ആ ആവശ്യം, ആ നിർദ്ദേശം വന്നിട്ടുണ്ട്. നമ്മുടെ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്, നമ്മുടെ ചർച്ചകളിലെല്ലാം വന്നു. ഇന്ന് വലിയൊരു സ്രോതസ്സാണത് ക്ലൈമറ്റ് ഫണ്ട് എന്നുള്ളത്. അപ്പോൾ ക്ലൈമറ്റ് ഫണ്ട്, ഗ്രീൻ ബോണ്ട് വഴിയൊക്കെ നമുക്ക് ക്ലൈമറ്റ് ഫണ്ടുകൾ ലഭ്യമാക്കാൻ പറ്റും. അപ്പം നമ്മളൊരു പുതിയ മേഖലയിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും അതുൾപ്പെടെ ക്ലൈമറ്റ് ഫണ്ട് പ്രധാനമായിട്ടും അന്താരാഷ്ട്ര ഏജൻസികളും മറ്റുമൊക്കെയാണ് നൽകുന്നത്. ഡൊമസ്റ്റിക് ഏജൻസീസും നൽകുന്നതുണ്ട്. ഏതാ? അല്ല, നമ്മൾ വലിയ കൺസൾട്ടേഷൻ നടത്തിയിട്ടാണല്ലോ ഇതിലേക്ക് വരുന്നത്. ഇപ്പോൾ അർബൻ കമ്മീഷൻ കേരളത്തിലുടനീളം സഞ്ചരിച്ച് ഏതാണ്ട് 3000ഓളം പേരെ കണ്ട് സംസാരിച്ച്, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ. അതും കഴിഞ്ഞ് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള കൺസൾട്ടേഷൻ നടത്തി. അവരുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു 3000-ലധികം പേരുടെ കോൺക്ലേവ് നടത്തി. ഇനി നമ്മൾ കരട് നയം നേരെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് അടുത്ത 25 വർഷത്തെ കേരളത്തിൻ്റെ വികസനത്തെയാണ്. ഇപ്പം തെരഞ്ഞെടുപ്പ് പരിഗണനകളുടെ അടിസ്ഥാനത്തിലല്ല ഇത്. ദീർഘവീക്ഷണത്തോടെ ഇന്ന് നമ്മുടെ രാജ്യവും അതിന് മുമ്പായി തന്നെ കേരളവും അഭിസംബോധന ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസമാണ്. പ്രശ്നമാണെന്ന് ഞാൻ പറയുന്നില്ല, പ്രതിഭാസമാണ് നഗരവൽക്കരണം. ഇന്നലെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും അത് അംഗീകരിച്ചുകൂടെ. ഇപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞത് കേരളം ഒരു മുൻകൈ എടുത്തിരിക്കുകയാണ്, ഇത് രാജ്യത്തിനാകെ പ്രയോജനകരമാണെന്നാണ്. അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, ഇതൊരു കേരള അർബൻ കോൺക്ലേവ് അല്ല, ഗ്ലോബൽ അർബൻ കോൺക്ലേവ് ആണ് എന്നാണ് ശ്രീ മനോഹർ ലാൽ ഖട്ടർ പറഞ്ഞത്. വലിയ പ്രോത്സാഹനവും പിന്തുണയുമാണ് കേന്ദ്രമന്ത്രി ഈ കോൺക്ലേവിന്
നഗര നയം രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നൽകിയത്. ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ തുടർച്ചയിൽ കേന്ദ്ര സർക്കാർ തന്നെ ഇത്തരത്തിലൊരു കോൺക്ലേവ് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ നിലയിൽ ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷത്തിൻ്റെ സർക്കാരിനെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത്. ഇവിടെ ഇടതുപക്ഷമാണ്. ഇപ്പോൾ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ പ്രതിഭാസത്തെ അഡ്രസ്സ് ചെയ്യേണ്ടതാണെന്ന് അംഗീകരിക്കുന്നു. ഈ ഗവൺമെൻറ് എടുത്ത സ്റ്റെപ്പിനെ ഇന്ത്യയിലെ ഭരണകക്ഷിയെ പ്രതിനിധീകരിക്കുന്ന കേന്ദ്രമന്ത്രിയും ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന സംസ്ഥാന സർക്കാരുകളും മന്ത്രിമാരും ഒക്കെ അംഗീകരിക്കുന്നു. ആഗോളമായി തന്നെ ഇതിനൊരു സ്വീകാര്യതയും കിട്ടി. വന്ന എല്ലാ ഇപ്പോൾ ശ്രീലങ്കയിൽ നിന്നൊക്കെ വന്ന മന്ത്രി അവർ ഒരു കമ്മീഷനെ വെക്കുന്ന കാര്യമാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ഈ കേരളത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമ്മളൊരു 25 വർഷത്തെ ഒരു കേരളത്തിൻ്റെ വികസനത്തെയാണ് കാണുന്നത്. ഇനി ഭാവി കേരള വികസനം എന്ന് പറഞ്ഞാൽ നഗരവികസനമാണ്. നഗരവൽക്കരണത്തെ നമുക്ക് തടഞ്ഞു നിർത്താനൊന്നും പറ്റില്ല. നഗരവൽക്കരണത്തിന് നേരെ കണ്ണടച്ച് ഇരുട്ടാക്കാനും പറ്റില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യവുമായിട്ട് എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ ഒളിച്ചോടിയത് കൊണ്ടോ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചത് കൊണ്ടോ കാര്യമില്ല. അതിനെ എൻഗേജ് ചെയ്യുക, അതാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ മുമ്പിലുള്ളത് നാടിൻ്റെ താല്പര്യമാണ്. ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് വരട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിലെ ഒരു പ്രധാനപ്പെട്ട മേഖല തന്നെ എന്തായിരുന്നു? അർബൻ ഫൈനാൻസിംഗ് ആണ്. എങ്ങനെ തനത് വരുമാനം വർദ്ധിപ്പിക്കാം പല സ്രോതസ്സുകളിലൂടെ തുടങ്ങിയ കാര്യങ്ങളാണ് ഇത് ചർച്ച ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രധാന വിഷയം തന്നെയാണ് സംസ്ഥാനത്തിനുള്ള വിഹിതം കുറഞ്ഞു വരുന്നു. സംസ്ഥാനത്തിന് മാത്രമല്ല, ULBസിനുള്ള വിഹിതവും കുറയുന്നുണ്ട്. അതായത് ഭരണഘടനാപരമായിട്ട് ഫിനാൻസ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം കിട്ടേണ്ട വിഹിതം അർബൻ ലോക്കൽ ബോഡീസിന് കിട്ടിയിട്ടില്ല കേരളത്തിൽ. അതിന് ഉപാധികൾ വയ്ക്കുകയാണ്. അത് ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്. പക്ഷേ അതിന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ചില ഉപാധികൾ അവസാന നിമിഷം കൊണ്ടുവരുന്നു. അൺസ്പെൻഡ് ബാലൻസ് 10% താഴെയായിരിക്കണം തുടങ്ങിയിട്ടുള്ള ഉപാധികൾ. സത്യത്തിൽ അങ്ങനെ ഉപാധി വയ്ക്കാനുള്ള അധികാരം ഫിനാൻസ് മിനിസ്ട്രിക്കില്ല. അത് വേറൊരു വിഷയമാണ്. തീർച്ചയായിട്ടും അത്തരം ചില വെല്ലുവിളികൾ കൂടി ഉണ്ട്. നമ്മൾ ആ വെല്ലുവിളികളെ കൂടി കണ്ടുകൊണ്ടാണ് ബദൽ മാർഗങ്ങൾ തേടുകയും കൂടിയാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ കരുതുന്നില്ല. പ്രതിപക്ഷ നേതാവ് ഉണ്ടായില്ല എന്നുള്ളത് ശരിയാണ്. അദ്ദേഹം പങ്കെടുക്കുന്നതാണ് ഞാൻ പലതവണ സംസാരിച്ചപ്പോഴും അദ്ദേഹം അറിയിച്ചിരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് എത്തിച്ചേരാൻ കഴിയാതിരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ശ്രീ PP തങ്കച്ചൻ്റെ മരണം മൂലമായിരിക്കാനിടയുണ്ട്. അതിനു മുമ്പാണ് ഞാൻ അദ്ദേഹമായിട്ട് അവസാനം സംസാരിച്ചത്. പക്ഷേ കേരളത്തിലെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെയും ജനപ്രതിനിധികൾ മുഴുവൻ വന്നെന്ന് മാത്രമല്ല സജീവ പങ്കാളികളായി ചർച്ചകളിലെല്ലാം. ഇന്നലെ കൗൺസിലേഴ്സ് അസംബ്ലി ഉണ്ടായിരുന്നു. വളരെ സജീവമായിട്ട് ഈ ജനപ്രതിനിധികളെല്ലാം പങ്കാളികളായി. അവരുടെ ഇടയിൽ ഒരു തരത്തിലുള്ള കക്ഷി രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഹിമാചൽ പ്രദേശിലേത് കേരളത്തിലെ പ്രതിപക്ഷം നയിക്കുന്ന ഗവൺമെൻറ് അല്ലേ, കോൺഗ്രസ് ഗവൺമെൻറ് ആണല്ലോ ഹിമാചൽ പ്രദേശിൽ. അവരുടെ മന്ത്രി 2 ദിവസം തുടർച്ചയായിട്ട് പങ്കെടുക്കുകയല്ലേ ഇവിടെ. 2 ദിവസം അദ്ദേഹം പങ്കെടുക്കുകയാണ്. അപ്പം അങ്ങനെയൊരു ഞാൻ അത്തരം പ്രശ്നത്തെ കൂടുതൽ പെരുപ്പിച്ച് കാണാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു നിസ്സഹകരണം ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാവിന് അങ്ങനെ ഒരു അസൗകര്യം കൊണ്ട് വരാത്തതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്വാഭാവികമാണ്. വളരെ ടെക്നിക്കലായിട്ടുള്ള സെഷൻ, അക്കാഡമിക് ആയിട്ടുള്ള സെഷനൊക്കെ ആകുമ്പോൾ ജനപ്രതിനിധികൾ മുഴുവൻ അവിടെ ഇരിക്കാനോ അവർക്കതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട സെഷനുകൾ, ഇപ്പോൾ ഹൈ ലെവൽ പൊളിറ്റിക്കൽ ഫോറം ഓഫ് മിനിസ്റ്റേഴ്സ്, അതിൽ നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു.
ഹൈ ലെവൽ പൊളിറ്റിക്കൽ ഫോറം ഓഫ് മേയേഴ്സ് നല്ല പങ്കാളിത്തത്തോടെയാണ് നടന്നത്. കൗൺസിലേഴ്സ് അസംബ്ലി നല്ല പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് നടന്നത്. വേസ്റ്റ് മാനേജ്മെൻറ്റ് സെഷൻ നല്ല പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് നടന്നത്. പിന്നെ ചിലത് പ്രധാനമായിട്ടും വിദഗ്ധർ മാത്രമുള്ളതായിരിക്കും, സ്വാഭാവികമാണ്. അത്രയും താല്പര്യമുള്ള ജനപ്രതിനിധികളോ മറ്റോ ആണ് അവിടെ പോയിരിക്കുക. വിദ്യാർത്ഥികൾ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ വളരെ ടെക്നിക്കലും ഒക്കെ ആയിട്ടുള്ള വിഷയങ്ങളാവുമ്പോൾ സ്വാഭാവികമാണ്. ആവശ്യമാണെങ്കിൽ നടത്താമെന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഒരു പർപ്പസ് ഉണ്ടല്ലോ, ഈ നയത്തിന് ഒരു അന്തിമ രൂപം ഉണ്ടാക്കുക എന്നൊരു പർപ്പസ് ഉണ്ട്. ബാക്കി ഭാവിയിലെ കാര്യം ഭാവിയിൽ ആവശ്യം വെച്ച് നമുക്ക് ആലോചിക്കാം. ഇത് കഴിഞ്ഞാൽ സമാപന സമ്മേളനം ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിൽ കൂടി പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സമാപന സമ്മേളനത്തിലെ മുഖ്യാതിഥി ഹിമാചൽ പ്രദേശിലെ നഗരവികസന വകുപ്പ് മന്ത്രിയാണ്. കേട്ടില്ല. മറ്റാരെങ്കിലും എനിത്തിങ് ടു ആഡ്? ഓക്കെ, പേര് പറയണം. ഓക്കെ, പേരറിയാത്തവർ മേയറെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് പ്രൊഫസർ ജിജു പി അലക്സ്, സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് മെമ്പറാണ്. അദ്ദേഹം ഈ കോൺക്ലേവിലുടനീളം ഉണ്ടായിരുന്നു. ഡോക്ടർ അദീല അബ്ദുള്ള IAS, സ്പെഷ്യൽ സെക്രട്ടറി LSGD. അനുപമ TV IAS, സ്പെഷ്യൽ സെക്രട്ടറി LSGD. ടിക്കേന്ദർ സിംഗ് പൻവാർ, കമ്മീഷൻ മെമ്പറാണ്, ഷിംലയിലെ പഴയ ഡെപ്യൂട്ടി മേയറാണ്. ജെറോമിക് ജോർജ് IAS, പ്രിൻസിപ്പൽ ഡയറക്ടർ LSGD. ഇപ്പോൾ അവസാനിപ്പിക്കാമല്ലോ. താങ്ക് യു.